ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഇന്ന് എൻ്റെ റൂം ഷിഫ്റ്റിംഗ് ആണ്. അതാണ് ഫസ്റ്റ് തന്നെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണുന്നത്. ഇതെൻ്റെ പഴയ റൂമാണ്. അപ്പോൾ ഇത് ബഹ്റൈനിൽ അസ്കറിലാണ് ഞാൻ നിന്നിട്ടുണ്ടായത്. ഇപ്പം ഞാൻ മാറുന്നത് റിഫയിലേക്കാണ് കേട്ടോ. അപ്പോൾ പിക്കപ്പും കാര്യങ്ങളൊക്കെ വന്ന് ഞാൻ അവിടുത്തെ സാധനങ്ങളൊക്കെ കയറ്റാന്ന് കേട്ടോ, കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ കയറ്റാണ്. ഇത് പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള അടുത്ത ദിവസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു ഫുള്ളും അറേഞ്ച്മെൻറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. റൂമിൽ കയറി നമ്മൾ റൂമൊന്ന് ക്ലീനൊന്നും ആക്കി എടുത്തിട്ടില്ല. എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം കൊണ്ടുപോയി ഇട്ടതിന് ശേഷം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവിടെ എത്തി ഒന്ന് സെറ്റായി വരാൻ തന്നെ കുറേ ടൈം എടുത്തിട്ടാണ്. ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം, എവിടേക്ക് എന്തൊക്കെ വെക്കണം എന്നൊന്ന് അറേഞ്ച് ചെയ്യണം. ഇതൊക്കെ മടക്കി കഴിയുമ്പോഴേക്ക് തന്നെ ടൈം ഒരുപാടാവും. അപ്പോൾ ക്ലീനിങ്ങും പരിപാടിയൊക്കെ ചെയ്ത് എല്ലാവരും ഉണ്ടായിന്. ഉപ്പ, ഉമ്മ, സിസ്റ്റർ, ബ്രദർ എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ റൂമിൽ. അപ്പം ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിന് കേട്ടോ. ക്ലീനിങ് ഒക്കെ ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ട് റൂമിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടായിന്. വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായത്. പിന്നെ ഇതിൽ 2 ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ വീട്ടിലേക്ക് മാറിയതിന് ശേഷമുള്ള വീഡിയോ കേട്ടോ. വേറെ ഇങ്ങനെ കളർഫുള്ള് സ്പൂണൊക്കെ കണ്ടിട്ട് അതിങ്ങനെ എടുത്ത് വെച്ച് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ കുറച്ച് ടൈം ഇങ്ങനെ അവിടെ ഇങ്ങനെ മടക്കി വെക്കലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ടൈം ഇങ്ങനെ പോയിട്ടുണ്ടായിന്. പിന്നെ വിചാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ചായ വെക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ പാൽ വെച്ച കേട്ടോ. ഞാൻ പിന്നെ വെറുതെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിക്ക് ഞാൻ പാലൊന്ന് തിളച്ച് വരുമ്പം അത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോ. ഇങ്ങനെ ഒരു പാല് കാച്ചുന്നത് പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട്. പക്ഷേ രസമില്ല കാണാൻ വേണ്ടിക്ക്, എനിക്ക് തന്നെ എന്തോ പോലെ. അപ്പം ഞാനിത് പാലെടുത്തതിന് ശേഷം ഞാനത് ചായ കൂട്ടിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഞങ്ങൾ പിന്നെ പുറത്ത് പോയിട്ട് പിന്നെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കേട്ടോ റൂമിലോട്ട് വന്നിട്ടുണ്ടായത്. റൂമിൽ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാനുണ്ടായിന്. അതൊക്കെ വാങ്ങിയിട്ടാണ് പിന്നെ വന്നിട്ടുണ്ടായത്. കുറച്ച് ഐറ്റംസാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായത് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് നെസ്റ്റോ വരുന്നതും ലുലു വരുന്നതും ഒക്കെ അടുത്താണ്. റാമീസ് മാത്രമേ കുറച്ച് ദൂരെ വരുന്നുള്ളൂ. അപ്പോൾ ലുലുവിലേക്കായാലും നെസ്റ്റോയിലേക്കായാലും നമുക്ക് നടന്നിട്ട് പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാൻ വേണ്ടിക്ക് നമ്മൾ നെസ്റ്റോയിലാട്ടോ പോയിട്ടുണ്ടായത്. നെസ്റ്റോയിൽ പോകുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല. വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോസ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ കൊണ്ടുവന്ന സാധനമൊക്കെ ഞാൻ ഇങ്ങനെ അതിൻ്റെതായ സ്ഥലത്ത് ഇങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് റൂമൊന്നിങ്ങനെ കുറച്ച് 6 മാസമായിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തു വരുന്നതുകൊണ്ട് തന്നെ ഇപ്പുറത്തേക്ക് മാറിയതിന് ശേഷം കുറച്ച് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ പുതിയൊരു സ്ഥലത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഒന്ന് അവിടെ ആയിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച് ടൈം എടുക്കും. സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് വരാൻ. ഇപ്പം വെച്ചത് എവിടെ എന്നുള്ളൊരു കറക്റ്റ് ഓർമ്മയും കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങാമെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയത് എനിക്ക് മനസ്സിൽ തോന്നിയത് കടലക്കറിയും പത്തലും ആക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കട്ടിങ്ങാണിത്. എനിക്കൊരു സ്വഭാവമുണ്ട്, എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്തിട്ട് അതിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം ഞാനത് വാഷ് ചെയ്യും. അതിനുശേഷം വാഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ യൂസ് ചെയ്ത് സാധനമൊക്കെ എനിക്ക് ക്ലീൻ ചെയ്ത് വെക്കണം. അങ്ങനെയുണ്ട്. എനിക്കിങ്ങനെ മെസ്സിയായി കിടക്കുന്നത് ഇഷ്ടമില്ല. അതെവിടെ ആയാലും ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ചെയ്യുന്ന കാര്യം അത് പെട്ടെന്ന് തന്നെ നീറ്റായിട്ട് തീർക്കണം, അങ്ങനെ ഒരിതുണ്ട്. പിന്നെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയി അങ്ങനെ പോയി.
ഞങ്ങൾ 3 പേരായതുകൊണ്ട് തന്നെ ഐറ്റംസൊക്കെ കുറച്ച് മതി. പിന്നെ എനിക്ക് പത്തലിങ്ങനെ കൈ കൊണ്ട് പരത്തിയെടുക്കാൻ എനിക്കറിയില്ല. ഇതുപോലെ ഒരു പേപ്പർ വെച്ചിട്ടാണ് ഞാൻ എടുക്കൽ. പ്രസ്സിങ് ആയാലും എനിക്ക് അതങ്ങനെ കറക്റ്റായിട്ട് കിട്ടലില്ല, എടുക്കുമ്പോൾ പൊട്ടിപ്പോവും. അപ്പം ഇതുപോലെ പേപ്പറിൽ വെച്ചാണ് ചെയ്യൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. പുതിയ വിശേഷങ്ങളും പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും വീഡിയോ ഇടാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോ ആയി ഇനിയും വരാം. ബായ്.